ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല 90% ആളുകളും മലയാളികളും ഈ വിഷയത്തിൽ ഒരു പക്ഷത്താണെന്ന് ഞാൻ പറയുന്നതിന് എനിക്കതിനുള്ള ബോധ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണി കൺവീനർ വന്നിട്ട് രാവിലെ ഇത് പറഞ്ഞപ്പോൾ ഉടനടി തന്നെ കോൺഗ്രസ് നേതൃത്വം വന്ന് തിരുത്തിയത്? രാഷ്ട്രീയക്കാർക്കാണ് ഗ്രൗണ്ടിലെ ഫീല് വളരെ നന്നായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് അറിയുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ സണ്ണി വക്കീലൊന്നും ഇങ്ങനെ വന്ന് പ്രതികരിച്ചില്ലല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ പെട്ടെന്ന് വന്ന് പ്രതികരിച്ചെന്താണ്? ഈ വിഷയത്തിൽ ആ ക്രൂരത നേരിട്ട പെൺകുട്ടിക്കൊപ്പമാണ് കേരളം എന്ന് കഴിഞ്ഞ 5-8 വർഷമായിട്ട് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി മറിച്ചൊരഭിപ്രായമുള്ള നേതാക്കളുള്ള പാർട്ടികൾ പോലും ഇതിനകത്ത് അവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം കേരള ജനത ആ പെൺകുട്ടിക്കൊപ്പമാണ്. ഇത് ശരിയായ നീതിയല്ല ഉണ്ടായിരിക്കുന്നത് എന്ന തോന്നൽ 90% ആളുകൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് എന്താണോ അതിനൊപ്പം നിൽക്കുന്ന തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഗുണകരം അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പെടും എന്നുള്ളതുകൊണ്ടാണ് ആദ്യ മണിക്കൂറിൽ തന്നെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ചാടിക്കയറി വന്നിട്ട് ഇതിനെ സണ്ണി വക്കീൽ അടക്കമുള്ള ആൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾ വന്ന് എതിർത്തത് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവരെടുത്ത നിലപാട് എത്രമാത്രം തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ഉടനടി തന്നെ LDFും മുഖ്യമന്ത്രി തന്നെയും വന്നിട്ട് ഇത് UDFിൻ്റെ ആകെ നിലപാടാണ് കേട്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നീക്കങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന കാര്യം ഇതാണ്. ഇപ്പോഴും ദിലീപിനൊപ്പമല്ല, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിനൊപ്പമാണ് കേരള ജനതയുടെ 90%-ത്തിൻ്റെയും വികാരം എന്ന കാര്യം ഇന്നൊന്നുകൂടെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.